ഹായ് ഫ്രണ്ട്സ്, വിൻറ്റേജ് ട്രാവലറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏലക്കയുടെ മണമുള്ള ഇടുക്കിയുടെ സ്വന്തം രാജകുമാരിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഏലക്കയുടെ മണം ആസ്വദിക്കാനല്ല ഞാൻ വന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് MGM ITI രാജകുമാരിയിലാണ്. ഇവിടെ മെക്കാനിക്കൽ, സിവില്, ഇലക്ട്രിക്കൽ തുടങ്ങിയ കോഴ്സുകൾ നിലവിലിപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2-ാം തീയതി ക്ലാസ് തുടങ്ങും. ഇനി ഞാൻ വന്നത്, നമ്മുടെ ചാനലിൻ്റെ പേര് വിൻറ്റേജ് ട്രാവലർ എന്നാണ്. നമ്മളിന്നൊരു വിൻറ്റേജ് വണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ ആ കാഴ്ചയിലോട്ട് പോകാം. ഇതാണ് ഞാൻ ആ പറഞ്ഞ കാഴ്ച. മെഴ്സഡസ് ബെൻസിൻ്റെ 1962 മോഡൽ ഒരു ബസ്സാണിത്. മെഴ്സഡസ് ബെൻസും ടാറ്റയും കൂടെ ചേർന്ന് സംയുക്തമായിട്ട് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്ത 1962 മോഡൽ ഒരു വണ്ടിയാണ്. KLX 604. ഇതാണ് ഈ ബസ്സിൻ്റെ നമ്പർ. ഇത് KSRTCയുടെ രജിസ്ട്രേഷനുള്ള നമ്പറാണ് ഈ കാണുന്നത്. ഇത് 1962 രാജകുടുംബത്തിൽ അങ്ങണ്ടായിരുന്നു ഈ വണ്ടി. അത് കഴിഞ്ഞിട്ട് 1965 KSRTC ഏറ്റെടുത്ത് പിന്നെ 1978 കാലഘട്ടത്തിലാണ് ഈ ITIയിൽ ഈ വണ്ടി വന്നത്. ഇതിനെ ശരിക്കും ഒരു ബസ് മുത്തശ്ശൻ എന്ന് വേണേൽ പറയാം. കാരണം ഇതിൻ്റെ ഷേപ്പ് ഒക്കെ ഉണ്ടോ. ഇപ്പം ഇങ്ങനത്തെ ഒരു ഷേപ്പുള്ള വണ്ടി വളരെ റയറായിട്ട് പഴയ സിനിമകളിലൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റിയേക്കും. എന്താ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം നോക്കി. KSRTCയുടെ അതേ കളർ തന്നെയാണ്, ഇതിനിപ്പോൾ അതേ പെയിൻറ്റിങ് തന്നെയാണ് ഇപ്പോഴും ഈ വണ്ടി റീകണ്ടീഷൻ ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് റൗണ്ട് ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. സാധാരണ സ്ക്വയർ ടൈപ്പാണ് ഈ ടാറ്റയുടെ അല്ല ബെൻസിൻ്റെ വണ്ടികളൊക്കെ കൂടുതലും വരുന്നത്. പിന്നെ ഇതിന് ശ്രദ്ധിച്ച കാര്യം, ഇതിന് വൈപ്പറില്ല ഈ വണ്ടിക്ക്. വൈപ്പറിനുള്ള ഓപ്ഷനൊന്നും ഇതിൻ്റെ അത് കാണുന്നില്ല. ആദ്യകാലത്ത് ഇറങ്ങിയ സമയത്ത് വൈപ്പർ ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ ഇപ്പോഴത്തെ കാഴ്ചയിൽ ഇത് കാണുന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ഗ്ലാസ് പൊക്കി വെക്കാനുള്ളൊരു ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷെ ഇതിപ്പോൾ പൊക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഫിക്സഡ് ഗ്ലാസ് ആയിട്ട് വെച്ചേക്കുവാണ്. പൊക്കി വെക്കാനുള്ളൊരു ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഈ വണ്ടിക്ക് ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, ഇത് പടുത ടൈപ്പാണ്, ഷട്ടറല്ല, പടുത ടൈപ്പാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ പടുത വണ്ടി കൂടുതലും, ഷട്ടർ വണ്ടി വളരെ റെയറായിട്ടുള്ളൂ. അതിങ്ങനെ മഴയത്ത് പടുത ഇട്ടാലും കാര്യമൊന്നുമില്ല. ഈ വണ്ടി വരുമ്പോഴത്തേന് ഈ ചിത്രശലഭം ഇങ്ങനെ അതിൻ്റെ ചെറുകിട്ട് അടിക്കണ കണക്ക് ഈ പടുത ഇങ്ങനെ പറഞ്ഞിട്ട് ഈ സൈഡിലിരിക്കുന്ന ആൾക്കാരെ ദേഹത്ത് മൊത്തം വെള്ളമായിരിക്കും. പണ്ടത്തെ ആൾക്കാർക്ക് അറിയാൻ പറ്റും ഈ പടുത ഉള്ള വണ്ടി. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഷട്ടർ വണ്ടി അല്ലെ ഗ്ലാസ് വണ്ടിയൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ ഇറങ്ങുന്നത്. പിന്നെ ഇതിൻ്റെ ടയർ ഡൺലപ്പിൻ്റെ ടയറാണ്. ഇത് 72 കാലഘട്ടത്തിലുള്ള ടയറാണെന്ന് അറിയത്തില്ല, അത് കഴിഞ്ഞ് മാറ്റിയതാണോന്നും ഒന്നും അറിയത്തില്ല. അതേപോലെ ഒരു 8 വീൽ ബോൾട്ട് വണ്ടിയാണ്. അതേപോലെ ഈ ഹബിൻ്റെ സെൻറ്ററിൽ കണ്ടോ ബെൻസിൻ്റെ ഒറിജിനൽ ലോഗോയാണ്. ഈ പഴയ മോഡൽ D1D ഇല്ലേ, ഡബിൾ ഗ്ലാസ് ഉള്ള ലോറി ഇല്ലേ ടാറ്റയുടെ, അതിൻ്റെയൊക്കെ ചില വണ്ടിയുടെ ഹബിൽ ഇതേപോലത്തെ ഈ മെഴ്സഡസ് ബെൻസിൻ്റെ തന്നെ കവറായിരിക്കും. ഇത് ഫുള്ളി എയർ ബ്രേക്ക് വണ്ടിയല്ല, ഇത് ഹൈഡ്രോളിക് വിത്ത് എയർ ആണ്. അത് എയർ അസിസ്റ്റഡ് ഹൈഡ്രോളിക് ബ്രേക്കാണ്. എയർ കൊണ്ടാണ് നിയന്ത്രിക്കുന്നത്. ഫ്ലൂയിഡ് ബ്രേക്ക് തന്നെ എയർ അസിസ്റ്റഡ് ബ്രേക്കാണ് ഈ മോഡൽ വണ്ടികൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ മാസ്റ്റർ പമ്പും കാര്യങ്ങളൊക്കെ എയറിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ. ഇത് ശരിക്കും മൊത്തത്തിൽ ഉരുണ്ട ഷേപ്പാണിത്. ഇതുണ്ടോ സൈഡ്, അതിൻ്റെ മുകളിൽ ആ കോർണറൊക്കെ നല്ല ഉരുട്ടി നല്ല ഫിനിഷ് ചെയ്ത്, അതുപോലെ തന്നെ മുകളിൽ മറ്റേ ബോർഡൊക്കെ എഴുതണ ഒരു സംഭവം, ഒരു സ്ക്വയറിൻ്റെ പീസ് അതിൻ്റെ അകത്ത് എടുത്ത് വെച്ചേക്കണ രീതി നല്ലൊരു ഷേപ്പാണ് കാണാൻ. ശരിക്കും ഒരു വിൻറ്റേജ് ഷേപ്പ് എന്ന് വേണം അതിന് പറയാൻ വേണേൽ. അതേപോലെ ഈ ഗ്ലാസ്. പിന്നെ ഇതിന് ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, ഇതിന് നമ്പർ പ്ലേറ്റ് മാത്രമേ ഉള്ളൂ, സ്റ്റോപ്പ് ബോർഡോ കാര്യങ്ങളല്ല. പിന്നെ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഒരു പകുതി പോർഷൻ ഇരിപ്പുണ്ട്. ഇൻഡിക്കേറ്ററോ അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇൻഡിക്കേറ്റർ അല്ല റിവേഴ്സ് ലൈറ്റ് ഒന്നുമില്ല, ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അടിയിലോട്ട് നോക്കുവാണെങ്കിൽ ഹൗസിങ് കാര്യങ്ങൾ, പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എല്ലാം ഉണ്ട്. അതെല്ലാം പഴയ മോഡൽ തന്നെ ടാറ്റയുടെ പുറകിൽ നിന്ന് അഴിക്കാവുന്ന ടൈപ്പ് ഹൗസിംഗ് ആണിത്. ഇപ്പോൾ വരുന്ന വണ്ടിക്കെല്ലാം ഹൗസിങ് യൂണിറ്റ് ഫ്രണ്ടിൽ നിന്നാണ് അഴിക്കുന്നത്. ഇത് പുറകിലത്തെ കവർ ഊരിയാണ് ഇതിൻ്റെ ബാക്കി പണികളെല്ലാം ചെയ്യുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിലത്തെ കാഴ്ചകളെ കൂടി കാണാം. വാ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതുണ്ടോ, ഇച്ചിരി ക്ലിയറൻസ് കുറവാണ് ഇതിന്. ഇപ്പോഴത്തെ ബസ്സിൻ്റെ അത്ര ഹൈറ്റ് ഇല്ല ഇതിന്. പിന്നെ ഇതേപോലെ ഇത് കംപ്ലീറ്റ് തടി ബോഡിയാണ്, പഴയ മോഡൽ തടി ബോഡി. അതുപോലെ തടിയുടെ സീറ്റ്. ഇതൊക്കെ ശരിക്കും ഒറിജിനൽ സീറ്റാണോ അതേ രണ്ടാമത് ഇവിടെ ITIക്കാർ ചെയ്ത സീറ്റാണോന്നും അറിയത്തില്ല. അതുപോലെ ഈ ഷേപ്പ് ഒക്കെ ഉണ്ടോ. നമുക്ക് ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. ഇതൊരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്.
ഇതുണ്ടോ നമ്മുടെ എന്താ പറയുക വില്ലീസ് ഇപ്പം മറ്റഡോർ വണ്ടി വാനിനൊക്കെ ഇതേപോലെ 4 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഇതിൻ്റെ ഒറിജിനൽ സ്റ്റിയറിംഗ് ആണെന്ന് എനിക്കറിയത്തില്ല, കാരണം നമ്മളാരും ഈ മോഡൽ വണ്ടി അങ്ങനെ ഡയറക്റ്റ് കണ്ടിട്ടില്ല. വീഡിയോ കാണുന്നവരും നേരിട്ട് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ അറിഞ്ഞത് ഇപ്പം ഇന്ത്യയിൽ 2 വണ്ടിയേ ഉള്ളൂ. ഒന്ന് ഇവിടെ, ഒന്ന് പിന്നെ വെസ്റ്റ് ബംഗാളിലോ അവിടെ കണ്ടാണ് ഈ മോഡൽ വണ്ടി ഉള്ളൂ എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അതുപോലെ ഹാൻഡ് ബ്രേക്ക് കണ്ടോ, കാറിൻ്റെയൊക്കെ മോഡൽ ഹാൻഡ് ബ്രേക്കാണ്, ലിവറാണ്. പുതിയ വണ്ടിക്ക് ഗിയർ ബ്രേക്ക് കാരണം ചെറിയ നോബാണ്. അതുപോലെ ഗിയർ ലിവർ കണ്ടോ, ഷേപ്പ് കണ്ടോ ഗിയർ ലിവറിൻ്റെ. അതുപോലെ ബോണറ്റിൻ്റെയൊക്കെ ഷേപ്പ് ഉണ്ട്, ഒരു പ്രത്യേക ഷേപ്പില്ലേ. പിന്നെ അതുപോലെ ബാറ്ററി ബോക്സ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കണ്ടെന്നൊരു പ്രത്യേകത, നമ്മുടെ ബോട്ടിന്റെയൊക്കെ ഒരു ഗ്ലാസ് അതേ ഒരു ഷേപ്പ് അല്ലേ. ഇനി ഈ ഷേപ്പ് കണ്ടിട്ട് ബോട്ടിന് ഒരു ഷേപ്പ് അഡാപ്റ്റ് ചെയ്താണോ എന്ന് അറിയത്തില്ല, ആ ഷേപ്പ് കണ്ടിട്ട് ഇത് അഡാപ്റ്റ് ചെയ്താണോ എന്ന് അറിയത്തില്ല. എന്നാലും ശരിക്കും ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പോൾ ഒരു ബോട്ടിന്റെ അകത്ത് കയറിയിരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ സൈഡിൽ ഇതുണ്ടോ ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ ഉണ്ട്, ഗ്ലാസ് സൈഡിൽ. അതായത് ബ്ലൈൻഡ് സ്പോട്ട് ഇല്ല ഈ വണ്ടിക്ക് ശരിക്കും പറഞ്ഞ്, കാരണം ആ ഗ്ലാസ് അതുപോലെ കെറവായിട്ട് വന്നേക്കണം. കാരണം നല്ല വളമൊക്കെ വീശുമ്പോഴാണ് ആ സൈഡിൽ നിന്ന് കറക്റ്റ് കാണാം. നിലവിൽ വണ്ടി റണ്ണിങ് കണ്ടീഷൻ അല്ല. അന്നത്തെ കാലത്ത് ബ്ലൈൻഡ് സ്പോട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിക്കായിരിക്കും ചിലപ്പോൾ ഈ ഡിസൈനൊക്കെ അവർ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പൊ ഈ ബസ് മുത്തശ്ശന്റെ വീഡിയോ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ നമ്മളെ സഹായിച്ചത് ഉണ്ണിയാണ്. ഉണ്ണിയെ നിങ്ങൾ എൻ്റെ പഴയ കള്ളിമാലി വ്യൂ പോയിന്റ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഉണ്ണി ഈ ITയിലാണ് പഠിച്ചത്. ഉണ്ണിയാണ് നമുക്കിവിടെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മേടിച്ചു തന്നത്. നമ്മുടെ ഈ ബസ് മുത്തശ്ശന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലിന് സബ്സ്ക്രൈബർ വളരെ കുറവാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വണ്ടിപ്രാന്തന്മാർക്ക് ഈ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നേ കരുതുന്നു. അങ്ങനെ എന്നെപ്പോലുള്ള ഒരു വണ്ടിപ്രാന്തനാണ് നിങ്ങളെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. കൂടുതൽ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.